നമ്മുടെ മുടിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല ഭംഗിയുള്ളതായിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയായിട്ട് നമ്മൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. പാർലറിലും ചെയ്യാറുണ്ട്, നമ്മുടെ വീട്ടിലും ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് വിത്തുകളെ കൊണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിത്തുകളെ കൊണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്ന് അത്തരത്തിലുള്ള കുറച്ച് സീഡ്സ് ഏതൊക്കെയാണ്, നമ്മുടെ ഹെയർ വളരെ നന്നായി ആരോഗ്യമുള്ളതായി കാത്തു സൂക്ഷിക്കുന്ന ആ സീഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എള്ള് നമ്മുടെ മുടി ആരോഗ്യമുള്ളതായിരിക്കാൻ വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് എള്ള്. ഈ എള്ളിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയെ തിളക്കമുള്ളതും അതുപോലെ കരുത്തുള്ളതുമാക്കി തീർക്കുന്നു. ഈ എള്ള് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അതായത് ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ എള്ള് വെച്ചിട്ട് എണ്ണ തയ്യാറാക്കി അത് മുടിയിൽ ഉപയോഗിക്കാം. കരിഞ്ജീരകം ഒട്ടുമിക്ക ആളുകൾക്കും അറിയായിരിക്കും കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണെന്നുള്ളത്. പലതരത്തിലുള്ള ഹെയർ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനാണ് ഈ കരിഞ്ജീരകം. നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ കരിഞ്ജീരകം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഫംഗലും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഇത് നമ്മുടെ മുടിയിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. താരൻ പോലുള്ള പ്രശ്നമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കരിഞ്ജീരകം കൊണ്ട് എണ്ണ തയ്യാറാക്കി നമുക്കത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 തവണ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന, ഹെയർ വാഷിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഓയിലിന് പകരം ഈ കരിഞ്ജീരകം കൊണ്ടുള്ള ഓയിലൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളുക. നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മുടെ മുടി കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാൻ ഇത് സഹായിക്കും. സൂര്യകാന്തി വിത്തുകൾ അഥവാ സൺഫ്ലവർ സീഡ്സ്. ഈ സൺഫ്ലവർ സീഡ്സ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും, നമ്മുടെ മുടി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളവയാണ്. മാത്രമല്ല നമ്മുടെ മുടിയെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കും. പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സിങ്കും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഓട്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഒരു 30 ഗ്രാമോളം ഈ സൺഫ്ലവർ സീഡ്സ് ചേർത്ത് കഴിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഹെയറിനും നമ്മുടെ ഹെൽത്തിനും. ഉലുവ നമ്മുടെ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും താരൻ അകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവ. ഉലുവയിൽ ഒരുപാട് പ്രോട്ടീനും അമിനോ ആസിഡുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് വേണ്ട അത്യാവശ്യം പോഷകങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2-3 രീതിയിൽ ഈ ഉലുവ ഉപയോഗിക്കാം. ഭക്ഷണത്തിൽ ചേർത്ത് ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉലുവ അല്പം എടുത്തതിന് ശേഷം അത് ആവശ്യത്തിന് വെള്ളത്തിൽ കുതിർത്തി വെച്ച് പിറ്റേ ദിവസം വെള്ളത്തിൽ തല കഴുകുന്നത് വളരെ നല്ലതാണ്. ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ കൊണ്ട് എണ്ണ തയ്യാറാക്കി അത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പംകിൻ സീഡ്സ് അഥവാ മത്തങ്ങ വിത്തുകൾ. നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ ഈ മത്തങ്ങ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. സിങ്ക്, സെലീനിയം, കോപ്പർ, വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ മുടി നല്ല തിളക്കമുള്ളതായിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതായത് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ പച്ചക്ക് കഴിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ കഴിക്കുകയോ ചെയ്യാവുന്നതാണ്. 30 ഗ്രാം കഴിച്ചാൽ മതിയാകും ഒരു ദിവസം. ചണവിത്തുകൾ അഥവാ ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് മുടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും. ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ മുടിയെ നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ഫ്ലാക്സ് സീഡ്സിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഫൈബർ, അതുപോലെ തന്നെ പ്രോട്ടീൻ, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ തന്നെയാണ്. ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് നമുക്ക് ഒന്നെങ്കിൽ ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. അതും 30 ഗ്രാം മതിയാകും, അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. വേറൊരു രീതിയിലും ഇത് യൂസ് ചെയ്യാം. അതായത് ഈ ഫ്ലാക്സ് സീഡ്സ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അത് ജെല്ലാക്കിയതിന് ശേഷം നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു കണ്ടീഷണർ പോലെ അത് പ്രവർത്തിക്കും. നമ്മുടെ മുടി കുറച്ചുകൂടെ ഷൈനിങ് ആയിരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു സീഡാണ് അമരന്ത്. അമരന്ത് ഒന്നുകിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്, മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമ്മുടെ മുടി ആരോഗ്യമുള്ളതായിരിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാനും മുടി ഷൈനിങ് ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് വിത്തുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏത് വിത്താണോ അത് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഇത് നിങ്ങളുടെ ഹെയറിന് കറക്റ്റ് ആണോ എന്ന്, അതായത് തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നവയൊക്കെ നിങ്ങളുടെ ഹെയറിന് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.